നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിവാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവയുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. വിശുദ്ധാവേ നിനക്ക് സ്തുതിയും പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതിയും പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും. നിന്റെ വരുന്നതുമായ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തേണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. ആവലാ തീയാക്കല്ലേ ഈ നാടു മൂടിക്കല്ലേ. വാസന്ത വരുത്താതെ ആരീശം നീക്കേണമേ. ഞങ്ങളുടെ ദോഷം കൊണ്ട് ഭൂമിയെ ശിക്ഷിക്കല്ലേ. പുണ്യവാ
മാരെ കുറിച്ച് ശിക്ഷകൾ നീക്കേണമേ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബോംബെ ഭദ്രാസനത്തിലെ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന തിയോ മിനിസ്ട്രി ശുശ്രൂഷകളിൽ നമ്മുടെയൊക്കെ ഗാർഹിക സഭകളിൽ ആയിരുന്നുകൊണ്ട് പങ്കുകൊള്ളുന്ന ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. പ്രെയർ മീറ്റിംഗ്സ്, കാത്തിരിപ്പ്, ധ്യാനം, തിയോ മിനിസ്ട്രിയുടെ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞ 55 ദിവസങ്ങളിലായി അഭിവന്യ കൂറിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ സംഘാടകരെയും ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുന്നു. ആമുഖം എന്ന നിലയിൽ ഒരു വേദഭാഗം നമ്മുടെ ഏവരുടെയും ചിന്തയ്ക്കായി വയ്ക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. സദൃശവാക്യത്തിലെ 17-ാം അധ്യായം 22-ാം വാക്യം: സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഒരു കാലത്ത് മനുഷ്യജീവിതം വളരെയധികം ശാന്തത നിറഞ്ഞതായിരുന്നു. ഉദാഹരണത്തിൽ കൃഷിയും ആടുമാടുകളെ വളർത്തലും മീൻപിടുത്തവും കൊച്ചു കൊച്ചു ബിസിനസ്സും ഒക്കെയായി മനുഷ്യൻ സന്തോഷമായും സമാധാനമായും ജീവിച്ചിരുന്നു. ആവശ്യത്തിന് ഭക്ഷണവും വിശ്രമവും വ്യായാമവും ഉല്ലാസത്തിന് നാടൻ കലകളും കളികളും ശീലിച്ചിരുന്ന മനുഷ്യർക്ക് അധികം അല്ലലും പ്രയാസവും ഉറക്കക്കുറവും ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. പ്രായമുള്ള പലരും ഉത്കണ്ഠയും മനസ്സിൻ്റെ പിരിമുറുക്കവും കാരണം സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് നയിക്കുന്നത്. എന്തിനു പറയുന്നു? 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ടെൻഷനാണെന്നവർ പറയുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പെപ്റ്റിക് അൾസർ, ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഫെയിലിയർ, ചില ത്വക്ക് രോഗങ്ങൾ, പക്ഷാപാതം, മൈഗ്രെയിൻ തുടങ്ങിയ അനേക രോഗങ്ങൾക്ക് അടിമകളാണ് ആധുനിക മനുഷ്യനെന്നാണ് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ കണ്ടുപിടുത്തം. ഇന്നത്തെ പോലെ ശരീരശാസ്ത്രമോ മനഃശാസ്ത്രമോ വളർച്ച പ്രാപിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ശലോമോനെ പോലെയുള്ളവർ ജീവിച്ചിരുന്നത്. എങ്കിലും അടിസ്ഥാനപരമായ സത്യം വിശുദ്ധ വേദപുസ്തകം തുറന്ന് കാണിക്കുന്നു. എന്താണത്? ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് സന്തുഷ്ട ഹൃദയം ആവശ്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അസ്ഥികൾ പോലും ദ്രവിക്കും. ഒരു പക്ഷേ ബോൺ ക്യാൻസറിനെ കുറിച്ച് അന്ന് അറിവില്ലാതിരിക്കാം. ശരീരത്തിന് ബലക്ഷയമുണ്ടാകും. നമ്മുടെ വികാരങ്ങൾ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്നതാണെങ്കിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പല രോഗങ്ങൾക്കും അത് കാരണമായേക്കാം. ആയതിനാൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സന്തുഷ്ട ഹൃദയം സംരക്ഷിക്കുവാനും പ്രധാനമായി 4 കാര്യങ്ങൾ നിർബന്ധമായും പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, ജീവിത യാഥാർത്ഥ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ശ്രദ്ധിക്കുക. സമയ ചുരുക്കത്താൽ ഞാൻ ഓരോന്നും ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി, നമുക്ക് വിശ്വസ്തരായ മറ്റൊരാളുമായി ജീവിത പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതും അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറിനെ കണ്ടുപിടിച്ച് മനസ്സ് തുറക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുക. ഏറ്റവും നല്ല മാർഗം ഒരു സത്യകുമ്പസാരം നടത്തുന്നത് ആത്മീയമായും മനഃശാസ്ത്രപരമായും വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അത് ഏതായാലും കോവിഡ് കാലം കഴിഞ്ഞ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മൂന്നാമതായി, വ്യായാമത്തിനും എൻ്റർടൈൻമെൻറ്റ്സിനും കുറച്ച് സമയമെങ്കിലും ചെലവിടുക. അതിലൊക്കെയും ഉപരിയായി 4ാമത്, ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും നമുക്ക് പ്രത്യാശയും മനസ്വസ്ഥതയും നൽകുന്നു എന്നതാണ്. പരിശുദ്ധ പത്രോസ്ലീഹ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രതിസന്ധികളിൽ മനസ്സ് തകർന്നു പോകാതെ ഒരു സന്തുഷ്ട ഹൃദയത്തിന് ഉടമകളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നൽകുന്നത് മുള്ളൻ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവാംഗവും ബോംബെ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം, യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെയും ഫാക്കൽറ്റി മെമ്പറായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ തോമസ് കോശിയാണ്. അദ്ദേഹം മഹാരാഷ്ട്ര മെഡിക്കൽ കൗൺസിലിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് അനേക പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡോക്ടറിൻ്റെയും മിസ്സസ് ഡോക്ടർ അനു തോമസിൻ്റെയും ഉടമസ്ഥതയിൽ മുള്ളൻഡ് വെസ്റ്റ് നാഗൂറിൽ നടത്തുന്ന ഹോളി ട്രിനിറ്റി ഹോസ്പിറ്റലിലെ CEO ആൻഡ് മെഡിക്കൽ ഡയറക്ടറും ആയി അവിടെ തന്നെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും കാർഡിയോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റും ആയി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം മുള്ളൻ ഫോർട്ടീസ് ഹോസ്പിറ്റൽ, MD അഗർവാൾ മുനിസിപ്പൽ ഹോസ്പിറ്റലിലും ഓണററി കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായും, നാസിക് ഡോക്ടർ വസുന്ധരാവ് പവാർ മെഡിക്കൽ കോളേജിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും അധികം ഡിഗ്രിയും അവാർഡുകളും കരസ്ഥമാക്കുകയും ഒടുവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ FACP ഫെലോഷിപ്പ്, അതായത് ഫെലോ ഓഫ് ദ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യന് അർഹനാകുകയും ചെയ്തു. ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന കോൺവക്കേഷൻ പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് ഡോക്ടേഴ്സിനിടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹം പ്രശംസയ്ക്ക് അർഹനായതായിട്ട് കേട്ടിട്ടുണ്ട്. ഡോക്ടർ ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വിഷയം കോവിഡ് പോലെയുള്ള മഹാമാരിയുടെ നടുവിൽ ദൈവിക സമാധാനം എന്നുള്ളതായിരിക്കും. ഡിവൈൻ പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പാൻഡമിക് ഓർ ക്രൈസിസ് എന്നതായിരിക്കും. അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കുമെന്നത് ഡോക്ടർ തോമസ് കോശിയുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah, give the party.
കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠർ, തിയോ മിനിസ്ട്രി പ്രോഗ്രാമിൻ്റെ സംഘാടകർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ലോകം മുഴുവനും ഒരു പ്രത്യേക ദുരന്തത്താൽ പിടിക്കപ്പെട്ട് കൊറോണ വൈറസിൻ്റെ കെടുതിയാൽ ലക്ഷോപലക്ഷ ജനങ്ങൾ ഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഭവനങ്ങളിലായി നമ്മൾ ഐസൊലേറ്റഡായി ഇരിക്കുന്ന ഒരു അനുഭവമാണ് ഈ ലോക്ക്ഡൗൺ. ന്യൂസിൽ എപ്പോഴും കേൾക്കുന്നത് എക്കണോമിയും ബിസിനസ്സും എല്ലാം ഡൗണായി, ഷെയർ മാർക്കറ്റ്സ് ക്രാഷായി, പലരുടെയും ജോലി പോയി, അല്ലെങ്കിൽ പകുതി ശമ്പളത്തിലാണിപ്പോൾ ജോലി ചെയ്യുന്നത്. നാളെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ത് സംഭവിക്കും? നമ്മുടെ ചുറ്റിനും എത്ര പേർ ദിവസേന മരിക്കുന്നു. കൊറോണ പോസിറ്റീവായ ആൾക്കാർക്ക് ഹോസ്പിറ്റൽ ബെഡ് പോലും കിട്ടുന്നില്ല. ഇന്ന് ലോകമെമ്പാടും മനുഷ്യർ ഭീതിയിലാണ് കഴിയുന്നത്. പീപ്പിൾ ആർ ലിവിങ് ഇൻ ഫിയർ ആൻഡ് ഇൻ ആങ്സൈറ്റി. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഈ കൊറോണ വൈറസിനെ നീ പെട്ടെന്നില്ലാതാക്കണമേ. ഇതിനുള്ള മരുന്നും വാക്സിനുകളും എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നീ സംഗതിയാക്കണമേ. എന്നാലും മാനുഷികമായി പലപ്പോഴും നമ്മുടെ ചിന്തയിൽ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ലോക്ക്ഡൗൺ, ഈ ക്വാറന്റൈൻ, മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഇതൊന്നും എൻ്റെ ദൈവമേ നീ കാണുന്നില്ലേ? നീ ഞങ്ങളുടെ നിലവിളികൾ കേൾക്കുന്നില്ലേ? ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാനാണോ നീ കാണുന്നത്? നമ്മൾ പലപ്പോഴും ഈ ക്രൈസിസിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സ്നേഹവും വാഗ്ദാനങ്ങളും സംശയിച്ചു തുടങ്ങാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവ് അനുവദിക്കാതെ ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയട്ടെ. പ്രോവേർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 25, അതായത് സദൃശ്യവാക്യങ്ങൾ 12:25. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. An anxious heart weighs a man down, but a kind word cheers him up. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ദൈവകൃപയാൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, Can we have divine peace in the midst of this pandemic? അതായത് ഈ കൊറോണ എന്നുള്ള മഹാമാരിയുടെ നടുവിൽ നമുക്ക് ദിവ്യസമാധാനം അനുഭവിക്കുവാൻ കഴിയുമോ? അതിൻ്റെ ഇലസ്ട്രേഷനായിട്ട് ഞാൻ കേട്ട ഒരു കഥ നിങ്ങളോട് പറയാം. ഒരു സ്ഥലത്ത് കുറേ പെയിൻറ്റേഴ്സിനെ, അതായത് കലാകാരന്മാരെ വിളിച്ചു കൂട്ടി അവർക്ക് കൊടുത്ത വലിയൊരു വിഷയമാണ് ഇത് വരയ്ക്കാൻ. അതായത് നിങ്ങൾ സമാധാനം പെയിൻറ്റ് ചെയ്യുക. സംഘാടകരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സമാധാനത്തിൻ്റെ എസൻസ് പെയിൻറ്റിങ്ങിൽ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുത്തുന്ന ആളിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം. കോമ്പറ്റീഷൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ നിലയിൽ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങി. ഒരാൾ പെയിൻറ്റ് ചെയ്തത് ഒരു സൺസെറ്റിൻ്റെ സീനറിയാണ്. സൂര്യൻ അസ്തമിക്കുന്നു, എല്ലാം സമാധാനം പോലെ ആ ഒരു അന്തരീക്ഷം വരച്ചു വെച്ചു. വേറെ ഒരാൾ ഒരു തടാകം, അതായത് ഒരു ബ്ലൂ ലഗൂൺ, അതെ, നിശ്ചലമായി ശാന്തമായി കിടക്കുന്ന അങ്ങനെ ഒരു സീനറി. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്ത്, ഇവർക്ക് ആർക്കുമല്ല അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഒരാളുടെ ചിത്രം ഞാനൊന്ന് വിവരിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം വരച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയ വെള്ളച്ചാട്ടം, ഭയങ്കരമായ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ ഉയരത്തിന്ന് വളരെ ഡീപ്പായിട്ട് വന്ന് വീഴുകയാണ്. വെള്ളം വന്ന് വീഴുന്നത് പാറക്കഷ്ണങ്ങളുടെ മേലാണ്. വളരെ ഭയങ്കര ശബ്ദത്തോടു കൂടി, വളരെ വയലൻ്റായിട്ട് ഉയരത്തിൽ നിന്ന് ഈ വെള്ളം വന്ന് അടിച്ചു വീഴുകയാണ്. അടിച്ച് വീണങ്ങ് തെറിച്ചു തുടങ്ങിയത്. ഇതിൻ്റെ നടുവിൽ
അതായത് ഈ പാറക്കെട്ടുകളുടെ തൊട്ടടുത്ത് ഒരു മരം, ആ മരത്തിന് പല ശിഖരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ശിഖരം ഈ റോറിങ് വെള്ളക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് ഈ ശിഖരത്തിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷിയുടെ കൂട്, അതായത് ഒരു ബേർഡ്സ് നെസ്റ്റ് ആ കലാകാരൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആ കൂടിനകത്ത് ചിത്രകാരൻ പെയിൻറ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നതാണ്. അതാണ് കർത്താവ് വാഗ്ദാനം ചെയ്ത പീസ്. ദറ്റ് ഈസ് ദ പീസ്, ദറ്റ് ഈസ് ദ കാം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സ്റ്റോം. അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് സകല ടെൻഷനുകളും നമ്മുടെ സകല പരീക്ഷകളും എല്ലാം നീക്കി കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടുന്നത് അതല്ല. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന ആ സമാധാനം, ആ പക്ഷി കിടന്ന് സമാധാനത്തോടെ ഉറങ്ങിയ ആ ചിത്രകാരൻ വരച്ചു, അയാൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതൊരു നല്ല ഉത്തമ ഉദാഹരണമാണ്. ശരിക്കും ദാറ്റ് ഈസ് പീസ്, ദ കാം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സ്റ്റോം. ഇതേപോലെ ഒരു ചിത്രം നമുക്ക് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. അതായത് ഇൻ ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 35 to 41. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 ഉള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് അതൊന്ന് വായിക്കാം. അന്ന് സന്ധ്യ ആയപ്പോൾ ജീസസ് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരിക്കപ്പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കൊണ്ട് അത് മുങ്ങാറായി. അവൻ അമരത്ത് തലയാണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവരവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാവുന്നതെന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. സോ വി സീ ദറ്റ് ഈ ഒരു സിറ്റുവേഷന് നമ്മൾ 33-ാം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 33 കാണുന്നുണ്ട്. ജീസസ് ഒരു പുരുഷാരത്തെ പഠിപ്പിക്കുമായിരുന്നു, ദൈവരാജ്യത്തിനെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പ്രൈവറ്റായിട്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു. സ്പിരിച്വൽ ട്രൂത്ത്സ്, അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജീസസ് ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് വള്ളത്തെ കയറി അക്കരയ്ക്ക് പോകാം എന്നുള്ളത്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഡിസൈപ്പിൾസ് ദൈവം പറയുന്നത് എല്ലാം കേട്ടും ദൈവം പറയുന്നത് അനുസരിച്ചും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലാണ് അവർ നിൽക്കുന്നത്. ഇത് കഴിയുമ്പോൾ 37-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഒരു വലിയ സ്റ്റോം അവരെ വന്ന് അടിക്കുന്നു. സ്റ്റോം എന്ന് പറയുന്നത് എന്തുവാ? ഒരു അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റാൻസസാണ്. ഇവർ ഒരിക്കലും ഓർത്തില്ല. എന്നാൽ ഇവർ മുക്കുവന്മാരാ, ഇവർക്ക് ഈ കടലുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് ഇതിനകത്ത് മീൻ പിടിക്കുകയും ഈ കടലിൻ്റെ എല്ലാ നീക്കങ്ങളും എല്ലാം അനുഭവമുള്ളവരാണ്. പക്ഷേ ഈ സ്റ്റോം അവരൊരിക്കലും അനുഭവിക്കാത്ത ഒരു സ്റ്റോം. അപ്പം ഈ സ്റ്റോം വന്നപ്പോൾ അവർ പേടിച്ചു പോയി. അവർക്കറിയാം ഈ സ്റ്റോം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ മരിക്കുമെന്നുള്ള ആ ഭീതി വന്നു. അപ്പം നമ്മൾ ആക്ച്വലി നോക്കുവാണെങ്കിൽ ഈ ക്രൈസിസ് അല്ലെങ്കിൽ ഈ സ്റ്റോം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 3-fold സ്റ്റോമാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദർ ആർ ആക്ച്വലി 3 storms ഒക്കറിങ് ഹിയർ. ആദ്യത്തെ സ്റ്റോം എന്ന് പറയുന്നത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ സ്റ്റോമാണ്. അതായത് സാഹചര്യപരമായ ഒരു കൊടുങ്കാറ്റ്. ഈ സ്റ്റോമിൻ്റെ മണ്ടയ്ക്ക് നമുക്ക്
അതോ ശിഷ്യന്മാർക്ക് എക്സസൈസ് ചെയ്യാൻ ഒരു കൺട്രോളുമില്ല. അവർക്ക് കാറ്റിനെയോ കടലിനെയോ ഈ മഴയോ ഈ മുങ്ങിപ്പൊങ്ങുന്ന വള്ളത്തെയോ ഒന്നും ഇവർക്ക് കൺട്രോളിലില്ല. നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ഫുൾ വില്ലിനടിയിൽ നിൽക്കുന്നവർ ഈ സ്റ്റോം വന്നപ്പോഴത്തേക്ക് അവർ പെട്ടെന്നങ്ങ് പേടിച്ചു. അടുത്ത സ്റ്റോം നമ്മൾ കാണുന്നത് ഒരു ഇമോഷണൽ സ്റ്റോമാണ്, അതായത് വൈകാരിക കൊടുങ്കാറ്റ്. ദേ വെർ ടെറിഫൈഡ്. കാര്യം ഇമോഷൻസ് എല്ലാം അവരുടെ സ്റ്റേർഡപ്പായി, അവരുടെ ഇമോഷൻസ് ടോട്ടലി അപ്രൂവ്ഡായി. കാര്യം അവർക്കറിയാം അടുത്ത മിനിറ്റ് എപ്പം വേണമെങ്കിലും വള്ളം മറിയും, ഇവർ മരിച്ചു പോകുമെന്നുള്ളത്. അന്നേരം അവരുടെ ഇമോഷൻസ് എല്ലാം അൺസ്റ്റേബിളായി. കാര്യം ഈ സർക്കംസ്റ്റാൻസസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലെന്ന് മനസ്സിലായപ്പം അവർക്കിത് ഇതായി. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു സ്പിരിച്വൽ സ്റ്റോമാണ്, അതായത് ആത്മീയ കൊടുങ്കാറ്റ്. 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ ജീസസിനെ ഉണർത്തിയിട്ട് അവർ ചോദിക്കുക, ടീച്ചർ, ഡു യു നോട്ട് കെയർ ദറ്റ് വി ആർ ഡൈയിങ്? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നവർ ചോദിച്ചു. അതായത് അവർ ഈ സർക്കംസ്റ്റാൻസസ് ഔട്ട് ഓഫ് കൺട്രോളായി, അവരുടെ ഇമോഷൻസ് ക്രേസിയായി. അന്നേരം അവർ ആത്മീയമായിട്ട്, കാര്യം അവർ പഠിച്ചതും കേട്ടതും ഒന്നും ഇപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ അവരുടെ ഫോക്കസ് പ്രശ്നത്തിൻ്റെ മണ്ടയ്ക്കായി, പ്രോബ്ലത്തിൻ്റെ മണ്ടയ്ക്കായി. അവരുടെ ഫോക്കസ് ജീസസ് കൊടുത്ത് പ്രോമിസിൽ നിന്ന് മാറിപ്പോയി. പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുമ്പം they were living in fear. പക്ഷേ ആ പ്രോമിസിൽ നിന്ന് പോയപ്പോഴത്തേക്ക് they were not living by faith. ഉടനെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ജീസസ് 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ജീസസ് എഴുന്നേൽക്കുന്നു. ജീസസ് സ്പീക്സ് ടു ദ സർക്കംസ്റ്റാൻസ്. ഈ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസോട് ജീസസ് സംസാരിക്കുക. ജീസസ് പറയുക, കടലിനോടും കാറ്റിനോടും അടങ്ങിയിരിക്കാൻ പറയുന്നു. ഉടനെ അവർ അനുസരിക്കുന്നു. കടൽ ശാന്തമായി, വള്ളം സുരക്ഷിതമായി. ജീസസ് ഉടനെ തിരിഞ്ഞ് ഇവരോട് ചോദിക്കുക, വൈ ആർ യു അഫ്രേഡ്? ഡു യു സ്റ്റിൽ ഹാവ് നോ ഫെയ്ത്ത്? നിങ്ങൾ എന്തിനു പേടിക്കുന്നു? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അന്നേരം നമ്മൾ കാണുന്നുണ്ട് 41-ാം ഇതിൽ ദേ വെർ മോർ അഫ്രേഡ്. ഇപ്പം സർക്കംസ്റ്റാൻസസിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് പേടി വന്നത് ഈ കണ്ട ജീസസിനെയാണ്. അവർ പേടിക്കുന്നത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. നൗ ദേ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഹൂം ദേ ആർ ഡീലിംഗ് വിത്ത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജീസസിനെ വളരെ ലാഘവമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ജീസസിൻ്റെ പ്രോമിസസും ഇത് നമ്മുടെ താല്പര്യത്തിന് നമ്മൾ കുറേ വചനങ്ങളെടുത്ത് വളച്ചൊടിച്ച് നമ്മുടെ താല്പര്യത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല ആരെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. അതാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28 പറയുന്നത്. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടണം. Do not be afraid of those who kill the body, but cannot kill the soul. Rather, be afraid of the one who can destroy both soul and body in hell. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമാണ്. നമ്മൾ അറിയണം ഏത് ജീസസിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന്. കാറ്റിനെയും കടലിനെയും ഒരു വാക്കും കൊണ്ട് പറഞ്ഞ് ഒതുക്കുന്ന ദൈവം, മരിച്ചുപോയ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം, ഒരു വാക്കിനാൽ ദൈവം ചെയ്ത ഇത്രയും വലിയൊരു ദൈവമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ദൈവത്തിനെ നമ്മൾ നമ്മുടെ സർക്കംസ്റ്റാൻഷ്യൽ സ്റ്റോം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റോം അല്ലെങ്കിൽ സ്പിരിച്വൽ സ്റ്റോം വരുന്ന സമയത്ത് ഇതിനെല്ലാം തണുപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമരത്ത്, ഈ സ്റ്റോമിൻ്റെ നടുവിൽ അമരത്ത് കിടന്ന് സുഖമായിട്ടുറങ്ങിയ ദൈവം, ആ ജീസസ്, ദ പ്രിൻസ് ഓഫ് പീസ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27 പറയുന്നുണ്ട്, പീസ് ഐ ലിവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് യു, I do not give you as the world gives. Do not let your hearts be troubled and do not be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. അതായത് ഫിലിപ്പിയൻസ് 4:6-7, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തുകൂടി ദൈവത്തെ അറിയിക്കുക, അതത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും ഞാൻ വിട്ടിട്ട് പോകും. അതായത് ദ പീസ് ദറ്റ് സർപ്പാസത്ത് ഓൾ അവർ അണ്ടർസ്റ്റാൻഡിങ്, ദറ്റ് ട്രാൻസ്റ്റാൻഡ്സ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, വിൽ ഗാർഡ് അവർ ഹാർട്ട്സ് ആൻഡ് വിൽ ദിസ് തിങ്. നമ്മൾ
ഇത് ഓർക്കേണ്ടത് ഈ പീസ് ദൈവം ഭൂമിയിൽ ഇരുന്നപ്പം നമ്മളോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഈ പീസ്, ദിസ് പീസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദോസ് ഹു ഒബേ ആൻഡ് ഫോളോ ജീസസ്. ദൈവവുമായി ക്രിസ്തുവിലൂടെ നിരപ്പ് പ്രാപിക്കുമ്പോൾ മാത്രമേ ഈ സമാധാനത്തിന് നമുക്ക് യോഗ്യരാകൂ. കാര്യം ഇത് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ്, നമുക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ലോകവ്യാപകമായി പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും വ്യത്യസ്ത നിലയിൽ പ്രതികൂലങ്ങളുടെയും നടുവിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഗതികൾ എങ്ങോട്ട് പോകുമെന്ന് മാനുഷികമായി ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം, ആകാശവും ഭൂമിയും മാറിയാലും നിൻ്റെ ഈ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. അങ്ങയുടെ കൂടെ നടന്ന് സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാർക്ക് കൈമാറിയ വാഗ്ദാനം, ആ നിത്യമായ വാഗ്ദാനം ഒരുമിച്ച് ധ്യാനിപ്പാൻ അങ്ങേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നുവല്ലോ. ഇത് അനുദിനം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെയും ചാർച്ചക്കാരുടെയും നടുവിൽ അനുഭവിക്കുവാൻ, അവർക്ക് ഈ രക്ഷ പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നിത് കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. വ്രതം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്നെ സ്തുതിപ്പാനും നിനക്ക് സ്തോത്രം അർപ്പിക്കുവാനും ഈ സമയം ഞങ്ങൾക്ക് നൽകിയതിനായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഉണ്ടാകാമായിരുന്ന സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കും. സന്തോഷത്തോടും സമാധാനത്തോടും ഈ ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ദൈവമേ, നീ ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങൾ നിന്റെ സൃഷ്ടികളുമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകളും നാഥ നിന്റെ ദാനമാകുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും പാപങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. അനുതാപ ഹൃദയത്തോടും നല്ല മനസ്സോടും ശരീരവെടിപ്പോടും കൂടി നിന്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നരുളിയ കർത്താവേ, നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം നിന്നിൽ നിന്നേ ആകുന്നുവല്ലോ. ഞങ്ങളുടെ സഭയെയും പരിശുദ്ധ ബാബാതിരുമേനിയെയും മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ നയിക്കുന്ന അഭിമന്യ കൂർലോസ് തിരുമേനിയെയും നാഥ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളെയും വൈദികരെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയന്മാരായ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാനുള്ള കൃപയും കരുണയും നൽകണമേ. പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും സഹായിക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരെയും എല്ലാ ആത്മീയ സംഘടനാ പ്രവർത്തകരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രവർത്തകരായി നീ അവരെ ഒരുക്കണമേ. ഞങ്ങളുടെ ഓരോ ഭവനത്തെയും നാഥ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദാനമായി ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തിലും ദൈവഭയത്തിലും ദീർഘായുസ്സിലും വളരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെ കാത്തുകൊള്ളണമേ. പൈശാചിക ശക്തികളുടെ തിന്മയിൽ നിന്ന് കാത്തു നന്മയിലും ദൈവവിശ്വാസത്തിലും ഉറപ്പിച്ച് കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീർക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും വിവേകവും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധവമാരെയും പരസഹായമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും നാഥ നിന്റെ കരത്തിൽ കാത്തു പരിപാലിക്കണമേ. ചാരത്തും ദൂരത്തുമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ ഉത്തമ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ എല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് യോജിച്ച തുണകളെ നൽകി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ സഹായിക്കണമേ. രോഗത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെ പടർന്നുകൊണ്ടിരിക്കുന്ന മഹാവ്യാധിയാൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു.
രോഗിക്കായ തമ്പുരാനെ നിന്റെ തിരുക്കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. വിളിപ്പേയും ഞാൻ ഉത്തരമരുളും, മുട്ടുകയും ഞാൻ തുറന്നു തരുമെന്ന് അരുളിയ നല്ല ദൈവമേ, ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. രോഗത്തിന്റെ ഭീതിയെ കറ്റി പ്രത്യാശയും ധൈര്യവും അവർക്ക് നൽകണമേ. ഞങ്ങൾ ഇന്നേ വാങ്ങിപ്പോയ ചില പരീരുടെ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നാളിൽ അവർ നിന്റെ വലത്തുഭാഗത്തിൽ പോകാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നതിനെ അരുളിയ നാഥ, നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ വചനങ്ങൾ അനുസരിച്ച് തിരുവിഷ്ടപ്രകാരം നിന്റെ വഴിയിൽ കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും അവിടുത്തേക്കുള്ളതാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.